ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് പുറത്തു പോയിട്ടോ. അതായത് ഫസ്റ്റ് ടൈം ഛത്തീസ്ഗഡിൽ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ ബസ്സിൽ കയറി ഇവിടുത്തെ ടൗണിൽ പോകുന്നത്. അപ്പം ഞാൻ പോകാനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ വില്ലേജ് ഒരു ചെറിയൊരു വില്ലേജ് കേട്ടോ, ചെറിയൊരു വില്ലേജ്. അപ്പോൾ അവിടുത്തെ അവരുടെ കണ്ടോ, നമ്മുടെ ഈ വേലിയൊക്കെ കണ്ടോ, മറ്റേ ഇതും കൊണ്ട് ബാമ്പും കൊണ്ടുള്ള വേലി. പിന്നെ ഇതാണ് ഇവിടെ റോഡൊക്കെ കണ്ടോ, നല്ല വൃത്തിയില്ലേ. ഇവിടെ ചെറിയൊരു സ്പേസാണ് കേട്ടോ. ഇതൊക്കെ കെട്ടിയിരിക്കുന്നുണ്ട് നമ്മുടെ ആ കടപ്പാക്കല്ലും കൊണ്ടാണ് ഇവർ മതിലൊക്കെ കെട്ടിയിരിക്കുന്നത്. വീടൊക്കെ അങ്ങനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ചില സ്ഥലത്തൊക്കെ നല്ല വീടൊക്കെ ഉണ്ട് കേട്ടോ, ചില സ്ഥലത്തൊക്കെ മോശം വീട് അങ്ങനെയുണ്ട്. മോശം അതെല്ലാ സ്ഥലത്തും ഉള്ളതാണല്ലോ, എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരും ഉണ്ടല്ലോ. ചില സ്ഥലത്ത് നല്ല വീട്. പിന്നെ എപ്പോഴും ഉള്ള കാര്യമാണ് നമ്മുടെ പശുവിൻ്റെ ചാണകം. അത് പിന്നെ എല്ലായിടത്തും ഉണ്ട്. എവിടെ പോയാലും ഏത് വഴി പോയാലും ഈ ഒരു പശു എപ്പോഴും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ നടന്ന് റോട്ടിലെത്തി കേട്ടോ. റോട്ടിലിട്ടിട്ട് ബസ് ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ഇവിടം വരെ നടന്ന് വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ബസ് കിട്ടും. ബസ് കയറുമ്പോൾ ഫസ്റ്റ് ടൈം ബസ് കയറുമ്പോഴാണ്. ഇത് ഞങ്ങളൊരു കടയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇവിടുത്തെ പച്ചക്കറി കടയാണ്, ഞങ്ങളുടെ അവിടുത്തെ ഒരു പച്ചക്കറി കടയാണ്. ഭയങ്കര വില, അങ്ങോട്ട് പോകുമ്പോൾ പറയുന്ന വിലയല്ല ഇങ്ങോട്ട് വരുമ്പം. ഇത് ബസ്സേ കയറിയിരുന്നു കേട്ടോ. അത് ഇവിടുത്തെ ഛത്തീസ്ഗഡിലെ നമ്മുടെ സ്വന്തം ബസ് എല്ലാ ദിവസവും. പിന്നെ ഇത് ഈ ഒരു മാസം മുമ്പ് കേട്ടോ, എല്ലാ ദിവസവും ഇത് തന്നെ പരിപാടി. ആഴ്ച 2 പ്രാവശ്യം ഞാൻ പുറത്തു കേട്ടോ, സാധനം മേടിക്കാനുണ്ട്. അപ്പോൾ ഇതാണ് ബസ് സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങി കേട്ടോ. അപ്പം ഈ ഒരു സമയത്ത്, ആ ഒരു സമയത്ത് ചൂടിൻ്റെ സമയത്താണ് കേട്ടോ. ഇത് ഇവിടെ വന്ന സമയത്താണ്. വന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഉള്ള കേട്ടോ. അതായത് ഒരു ജൂൺ 26 കഴിഞ്ഞിട്ടുള്ള ഏതോ ഒരു ദിവസം. കാരണം എനിക്ക് ഫോട്ടോ എടുക്കണമായിരുന്നു, അതുകൊണ്ട് ഞാൻ സ്റ്റുഡിയോ തപ്പി ഇറങ്ങിയത് കേട്ടോ. വേറെ ഒരു വഴിയില്ലായിരുന്നു, അതുകൊണ്ട്. അപ്പോൾ ഇതുണ്ട് പ്രകാശ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു സ്റ്റുഡിയോ ഞാൻ അപ്പോഴത്തേനും കണ്ടു. അപ്പോൾ ഞാൻ ആ സ്റ്റുഡിയോയിലോട്ട് അങ്ങോട്ട് കയറി കണ്ടോ. ഒരു വാതിൽ കണ്ടോ, പ്ലാസ്റ്റിക് ഇട്ട് മറച്ചേക്കുന്ന വാതിൽ. ഞാൻ വാതിലൊക്കെ മെല്ലെ തുറന്ന് അകത്ത് കയറിയിട്ട് ആ ചേട്ടനോട് ചോദിച്ചു ഫോട്ടോ എടുക്കാമെന്ന് ചോദിച്ചു. അതിന് ആ ചേട്ടൻ പറഞ്ഞു ആ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഫോട്ടോ എടുത്തു കേട്ടോ. പിന്നെ ഞാൻ ഫോട്ടോ സ്റ്റോപ്പിൽ നിന്ന് വെളിയിലിറങ്ങി. ഇതാണ് അവിടുത്തെ കാഴ്ചകൾ. ഇതാണ് നമ്മുടെ ഛത്തീസ്ഗഡ്. കുറച്ച് ഷെയ്ക്കിങ് ഉണ്ട് കേട്ടോ വീഡിയോയ്ക്ക്, സ്റ്റെബിലൈസ് ആക്കാനൊക്കെ നോക്കിയിട്ട്, പക്ഷേ പറ്റുന്നില്ല. കുറച്ച് ഷെയ്ക്ക് ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ നടന്നു പോകുന്നതുകൊണ്ട് കേട്ടോ. പിന്നെ ആ സമയത്ത് കൂടുതലായിട്ട് കണ്ടതാണ് ഫ്രൂട്ട്സ്. ഇഷ്ടംപടി ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ ചേട്ടനോട് ഇന്ന് വില ചോദിച്ചു. അവിടുത്തെ പഴം കണ്ടോ, റോബസ്റ്റ പഴം പോലത്തെ പഴം. പക്ഷേ റോബസ്റ്റയുടെ ഈ പഴത്തിന് ടേസ്റ്റ് എൻ്റേർലി ഡിഫറെൻ്റ് ആണ്. എനിക്ക് ഈ പഴം ഭയങ്കര ഇഷ്ടം കേട്ടോ. ഈ പഴം ഉപ്പുമാവൊക്കെ കൂട്ടി കുഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ പൊഹ, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഈ പഴത്തിൻ്റെ കൂടെ ഇപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് ഫേവറേറ്റ് ആയിട്ടുള്ള പഴം കേട്ടോ. അത് പക്ഷേ ഞാൻ വെറുതെ വില ചോദിച്ചതുള്ളൂ കേട്ടോ, ഒന്നും മേടിച്ചൊന്നുമില്ല. ദൈവമുണ്ട് ഇവിടെ ആ കിടക്കുന്ന സ്റ്റോളിലൊക്കെ 50 രൂപയുള്ളൂ കേട്ടോ. എല്ലാത്തിനും മിക്കതിനും വിലക്കുറവ് കേട്ടോ. തലമുടി വിടണമെങ്കിൽ 40 രൂപ, ബ്യൂട്ടി പാർലറിൽ പോകണമെങ്കിലും എല്ലാത്തിനും വിലക്കുറവ്, ഫുൾ വിലക്കുറവാണ് കേട്ടോ. ജീവിക്കാൻ നല്ല സുഖമാണ് കേട്ടോ, എല്ലാത്തിലും വിലക്കുറവ്. പിന്നെ അങ്ങനെ നമ്മുടെ അവിടുത്തെ പോലെ വലിയ ഹൈ ലെവൽ ഹോട്ടൽസോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. എല്ലാം ഇങ്ങനെ ഇവിടെ എല്ലാവരും അധികം കൃഷിക്കാരാണ്. വലിയ ഇതൊന്നുമില്ല. കൃഷിക്കാരായതുകൊണ്ട് അവരുടെ ആ ഒരു സാഹചര്യങ്ങൾക്ക് ഒതുങ്ങിയ രീതിയിലാണ് കേട്ടോ എല്ലാം. അതായത് എല്ലാത്തിനും വില കുറവാണ്. ബിക്കോസ് വില കുറവല്ലെങ്കിൽ അവരൊന്നും മേടിക്കത്തില്ല, അതുകൊണ്ട് വില കുറവ്. അതുകൊണ്ട് ജിലേബിയൊക്കെ വെച്ചേക്കുന്നുണ്ട്. ഇതൊന്നും നമ്മൾ മേടിക്കത്തില്ല കേട്ടോ. വഴി സൈഡിൽ ഇങ്ങനെ വെച്ചേക്കുന്നത്. അതിനകത്ത് മുഴുവൻ ഡസ്റ്റ് ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയൊക്കെ പോകുമ്പോഴത്തേനും അതിനകത്ത് ഡസ്റ്റ് ഇല്ല. പക്ഷേ അകത്ത് ഒരു കടയുണ്ട്. ആ കടയിൽ നിന്ന് ഈ പ്രാവശ്യം ഞാൻ മേടിക്കത്തില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറേ ആഴ്ച 2 പ്രാവശ്യം പോകുമെന്ന് പറഞ്ഞില്ല. അപ്പം കുറേ പ്രാവശ്യം ഇങ്ങനെ പോയി അവിടെയുള്ളവരെല്ലാവരോടുമായിട്ട് ഞാൻ വർത്താനം പറയും. അപ്പോൾ ഈ വർത്താനം പറഞ്ഞു അവരുമായിട്ട് ഭയങ്കരമായിട്ട് കമ്പനിയായി. അപ്പോൾ ഇതിന് ഓരോരുത്തരോട് ഞാൻ ചോദിക്കും ഇങ്ങനെ ഫുഡ് കിട്ടുന്ന കട എവിടെയാന്നൊക്കെ. അപ്പം അതിനകത്തൊരു അത് ഞാൻ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ചാട്ട് കഴിക്കുന്നൊരു വീഡിയോ ഇട്ടില്ല, അത് ആ കട കേട്ടോ. ഞാൻ വേറെ പോകുമ്പോഴത്തേനും വീഡിയോ എടുക്കാവേ. അപ്പോൾ ആ കടയിൽ നിന്ന് ഞാൻ എല്ലാ പ്രശ്നം ചെല്ലുമ്പോൾ ചാട്ട് കഴിക്കും കേട്ടോ. 15 രൂപയേ ഉള്ളൂ. 3 സമോസ ഒക്കെ ഇട്ട് അവരുടെ കട്ട മീട്ട അങ്ങനെയൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഏതാണ്ടൊക്കെ ഒഴിച്ച് സവോളയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് കേട്ടോ. ഭയങ്കരമായിട്ട് എനിക്കത് ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അതെല്ലാം പ്രശ്നം പോകുമ്പോൾ കഴിക്കുവേ. എന്നിട്ട് നല്ല മാങ്ങ ഒക്കെ ഇരിക്കുന്നുണ്ടോ. ഇപ്പം ഇത് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴത്തേനും കാണുമ്പോഴത്തേനും കൊതി വരുന്നു. പിന്നെ ഭയങ്കര ഷേക്കിങ് കേട്ടോ. സോറി. ഇനിയിപ്പോൾ അടുത്ത വീഡിയോക്കൊക്കെ നല്ല വൃത്തിയായിട്ട് എടുക്കാം കേട്ടോ. കാരണം എനിക്കിതൊരു വീഡിയോ എടുക്കാനായിട്ട് കുറേ നാൾ കൂടി ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇതുകൊണ്ട് ഒരു ചേട്ടൻ അവിടെ ഇരുന്ന് മാങ്ങ കണ്ടിക്കുന്നുണ്ടോ. ഇത് നമ്മുടെ അച്ചാറിടാനായിട്ടാണ് കേട്ടോ. ഇവരിങ്ങനെ കണ്ടിച്ചാണ് ഉണങ്ങിയൊക്കെ കേട്ടോ അച്ചാറിടുന്നത്. നമ്മളുടെ രീതിയിൽ 5 മിനിറ്റ് കൊണ്ടുള്ള ഒരു അച്ചാറൊക്കെ അല്ല, 10-15 ദിവസം വെയിലത്ത് വെച്ച് ഈ ഭരണിക്കകത്ത് തന്നെ വെയിലത്ത് വെച്ച് ആ ചേട്ടൻ എന്തോ ചോദിച്ചു കേട്ടോ. അതാണ് ഞാൻ അവിടെ നിന്നത്.
ഭരണിയിൽ വെച്ച് ഉണങ്ങിയൊക്കെയാണ് അച്ചാറിടുന്നത് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ ഈ ഭോപ്പാലിൽ പോയ ഒരു പരിചയം ഉള്ളതുകൊണ്ടേ അന്ന് അവരെനിക്ക് പറഞ്ഞു തന്നു കേട്ടോ, എനിക്കിതിങ്ങനെ അറിയാവുന്നത്. നല്ല ടേസ്റ്റ് കേട്ടോ. സ്കൂളിൽ പിള്ളേരൊക്കെ അച്ചാർ കൂടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ്. പക്ഷേ നമുക്കങ്ങനെ പിള്ളേരുടെ അടുത്ത് കഴിക്കാൻ പറ്റുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കഴിക്കത്തില്ല. പക്ഷേ നേരത്തെ എനിക്ക് പഞ്ചാബിലായിരുന്നപ്പം ഒരു മേഡം എനിക്കൊരു കുപ്പിക്ക് അത് നിറച്ചും അച്ചാർ കൊണ്ടു തന്നു, എൻ്റെ പൊന്നു പള്ളി. അത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു കേട്ടോ. പക്ഷേ വീട്ടിൽ കൊണ്ടുവന്നാൽ പിന്നെ നമുക്ക് കേരളത്തിൽ വന്നാൽ പിന്നെ അതിനോടൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ല, കേരളത്തിലെ കാര്യങ്ങളോടാണ് കേട്ടോ താല്പര്യം മുഴുവനും. അപ്പം ഇതൊക്കെയാണ് അവിടുത്തെ ഇവിടെ ഛത്തീസ്ഗഡിലെ കടകളും കാര്യങ്ങളും അല്ല. ഇപ്പം ഞാൻ ഇതേണ്ട അവിടെ ഒരു എൻട്രി അങ്ങോട്ടൊരു വഴിയുള്ളതുണ്ടല്ലോ, അത് മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ടാണ് കേട്ടോ. അവിടെ ഇനി ഇഷ്ടംപടി കടകളാണ് കേട്ടോ. കണ്ടോ, അങ്ങോട്ട് നോക്കി ഒരുപാട് കടകളുണ്ട്. അപ്പോൾ ഈ ബാഗ് തയ്ക്കുന്ന ഒരു ചേട്ടനെ കണ്ടു കേട്ടോ. അപ്പം ഞാൻ ഈ ബാഗ് തയ്ക്കാൻ എൻ്റെ കൊടുത്തു. ആ ചേട്ടൻ പക്ഷേ എനിക്കിട്ട് പണി വെച്ചു കേട്ടോ. കാരണം എൻ്റെ ബാഗ് ഞാൻ തയ്ക്കാൻ കൊടുത്തു, സിപ്പ് വെക്കാനായിട്ട് കൊടുത്തത്. ആ ചേട്ടൻ അവിടെ എവിടെയോ കണ്ടിച്ചിട്ട് പിന്നെ ഞാൻ അത് ഫുള്ള് കീറിപ്പോയി. ആ ചേട്ടൻ ഇത് ഫുള്ള് തയ്ച്ചില്ലായിരുന്നു. ആ ചേട്ടൻ പൈസ ഉണ്ടാക്കാനുള്ള അടവാണ്. പിന്നെ ഞാൻ 2-3 പ്രാവശ്യം അത് കീറിയ ബാഗ് ഇട്ടുകൊണ്ട് പോയി. പിന്നെ ഞാൻ തയ്ച്ച് 150 രൂപയുടെ ബാഗ് കേട്ടോ. മാക്സിമം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടേ കളയത്തുള്ളൂ. ഡിമാർട്ടിൽ നിന്ന് മേടിച്ചത്, പറഞ്ഞിട്ടൊരു കാര്യമില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ സിപ്പ് പോയി. അപ്പോൾ ആ ചേട്ടൻ അങ്ങനെ ആ ബാഗ് നന്നാക്കി തരുന്നു. പിന്നെ ഞാൻ ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ്റെ കൊണ്ട് അത് തയ്പ്പിക്കും, മെഷീനിൽ വെച്ച് തയ്പ്പിക്കും. ഇത് തുണിയുടെ അതിനോട് തയ്ച്ച് തന്ന് അപ്പോഴാണ് ശരിയായത്. ഈ ചേട്ടൻ ഗുഡായിപ്പി ചേട്ടനാണ്. ഇതേ കണ്ടോ, ആ ചേച്ചി മാങ്ങായും പച്ച മാങ്ങായും ഉണ്ട് കേട്ടോ. ആ ചേച്ചിയുടെ കയ്യിൽ മാങ്ങായൊക്കെ വിൽക്കുന്നുണ്ടോ. ഇതാണ് മാർക്കറ്റിൻ്റെ അവിടെ. അത് ബ്യൂട്ടി പാർലർ. അടുത്ത ദിവസം ഞാൻ ബ്യൂട്ടി പാർലറിൽ പോകും കേട്ടോ. അപ്പോഴും വീഡിയോ ഒക്കെ എടുക്കാമെന്നൊക്കെ പറയും കേട്ടോ. പക്ഷെ വീഡിയോ എഡിറ്റ് ചെയ്തിരുന്ന കുറേ നാൾ കഴിഞ്ഞിട്ടാണ്. അതാണ് കാര്യം. ഇത് ഇഷ്ടംപടി ഇതുവഴി ചെരുപ്പ് കടയൊക്കെ ഉണ്ട് കേട്ടോ. അധികം വിലയൊന്നുമില്ല, പക്ക. ഇവിടെ മിക്ക സാധനത്തിനും അധികം വിലയില്ല. ഈ ഒരു സ്ഥലത്ത് ഫുള്ള് ചെരുപ്പ് കടയാണ് കേട്ടോ. ആ ഒരു സമയത്തല്ല ഞാൻ വെറുതെ ഇങ്ങനെ നടക്കുക. എനിക്ക് ഈ സ്ഥലമൊന്നും ഒരു പ്രാവശ്യം ഞാൻ ഇവിടെ വരെ ഒന്ന് വന്നായിരുന്നു. അത് ഞാൻ സിസ്റ്റർമാരുടെ കൂടെയൊക്കെ വന്നത് കേട്ടോ. പിന്നെ എനിക്ക് ഈ സ്ഥലമൊന്നും ഒരു പരിചയമില്ലായിരുന്നു. ഒരു പ്രാവശ്യം വന്ന് പകുതി വരെ വന്നുള്ളൂ. പിന്നെ ഞാനങ്ങ് സ്വന്തമായിട്ടങ്ങ് കണ്ടെത്തിയത്. നമുക്ക് നാക്കല്ലേ ഉള്ളത്, നമ്മളങ്ങ് ചോദിച്ചങ്ങ് പോകല്ലേ. ഇതുകൊണ്ട് ഇത് ഞാൻ ചപ്പാത്തിപ്പല തപ്പാൻ നടക്കും കേട്ടോ. കുറേ നടന്നു. പിന്നെ ഞാൻ ചെരുപ്പ് മേടിക്കാൻ ഇരുന്നു കേട്ടോ. ഷൂ ഒക്കെ മേടിക്കാനുണ്ട്. എൻ്റെ ഞാൻ നാട്ടിൽ നിന്ന് പോകുന്നപ്പോൾ ചെരുപ്പ് എടുക്കാൻ മറന്നു പോയി. അതാണ് ഏറ്റവും വലിയ സംഭവം. വീട്ടിലിട്ടുകൊണ്ട് നടന്ന 100 രൂപയുടെ ചെരുപ്പ് ഇട്ടുകൊണ്ടാണ് ഞാൻ ഛത്തീസ്ഗഡിൽ വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഷൂ ഒക്കെ നോക്കുവാണ്. പിന്നെ ഞാൻ ഇവിടുന്ന് ഡിമാർട്ടിൽ നിന്ന് മേടിച്ചത് ഇപ്പോൾ ആ പൊടി പിടിച്ച് കിടക്കുന്ന ആ ചെരുപ്പ്. ഇതുണ്ട് 100-250 രൂപ കണ്ടായിരുന്നു. ഡിമാർട്ടിൽ നിന്ന് ആ ചെരുപ്പ് മേടിച്ചു. പിന്നെ ഞാൻ ഷൂ ഒക്കെ നോക്കാം കേട്ടോ. വെറുതെ നോക്കുന്നതാണ്. ഇതൊന്നും മേടിക്കാതെ ഞാൻ ഇറങ്ങും കേട്ടോ. ഞാൻ നോക്കുമ്പോൾ ഇതിലും ലാഭം ഫ്ലിപ്കാർട്ടാന്ന് തോന്നി. ഈ കണ്ട ഷൂവിനൊക്കെ നല്ല വില ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ എനിക്ക് ഷൂ ഒന്നും മേടിച്ചില്ല. പിന്നെ ഞങ്ങൾ ആ കടയിൽ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ എൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞാൽ ചപ്പാത്തി വരുത്താനായിട്ടുള്ള പലകയും സംഭവങ്ങളൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറേ സാധനങ്ങൾ മേടിച്ചു. സത്യം എന്നെ സിൽവർ പാദസരം വരെ മേടിച്ചു, വെള്ളിപ്പാസരം വരെ മേടിച്ചു കേട്ടോ. അവിടെ ഫുള്ള് പരിചയം. പക്ഷേ ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഓരോ കടയും കയറി ഇറങ്ങി കടയെക്കുറിച്ച് സത്യത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് ആ അപ്പച്ചൻ എന്നെ മൈൻഡ് ചെയ്യാതിരുന്ന് എഴുതുന്ന കണ്ടില്ലേ. ഒരു കസ്റ്റമർ അവിടെ വന്നു. എന്നിട്ട് ആ അപ്പച്ചന് ഒരു മൈൻഡും ഇല്ല. ആ കടയിൽ ഞാൻ നേരെ ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നു. അതുകൊണ്ട് അവിടെ സത്യത്തിൽ ചപ്പാത്തി കണ്ടു. പരത്തുന്ന സാധനം ഇരിപ്പുണ്ട്. ഞാൻ ആ കടയിൽ നിന്ന് മേടിച്ചില്ല കേട്ടോ. നീ കണ്ടോ. പിന്നെ അടുത്ത കടയിലോട്ട് കയറുകയാണ്. ഈ അപ്പച്ചന് എന്നെ കുറേ എടുത്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ അപ്പച്ചനെ ഇന്ന് മേടിച്ചില്ല. ബിക്കോസ് എനിക്ക് അത്രയ്ക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരുന്നു. എനിക്കത്ര കുറേ എനിക്ക് അറിയത്തില്ല. ഒന്നാമത് ചപ്പാത്തി പറയുകയാണെങ്കിൽ ചപ്പാത്തി കല്ലിനെ കുറിച്ച് ഒരു സംഭവം അറിയത്തില്ല. അത് ഞാൻ വന്നു. പക്ഷേ ഇവിടെയാണെങ്കിൽ എല്ലാവരും ചപ്പാത്തി കഴിക്കുന്നതുകൊണ്ട് നമ്മൾ ഈ ഒരു ഇതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുമല്ലേ. അപ്പോൾ തന്നെ ചപ്പാത്തി എന്തായാലും ഇവിടെ കമ്പൽസറിയാണ്. ഈ സംഭവം മേടിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് ചപ്പാത്തി കല്ല് മേടിക്കുക. ആ ചേട്ടനെയും ഞാൻ മേടിച്ചില്ല. ആ ചേട്ടനെ കുറേ എടുത്ത് കാണിക്കും. ഞാൻ അവിടുന്ന് ഇറങ്ങിയിട്ട് കൊണ്ട് ഒരു അമ്മച്ചി എല്ലാ ദിവസവും ഞാൻ കാണും കേട്ടോ. നാട്ടിലേക്ക് ആയിരുന്നു ഞാൻ ഇതിൽ എന്തെങ്കിലുമൊക്കെ മേടിച്ചതാണ്. പക്ഷേ മേടിച്ചിട്ട് വലിയ പ്രയോജനമൊന്നുമില്ലല്ലോ. ആ അമ്മച്ചി തന്നെ അവിടെ ഉണ്ടാക്കുന്ന കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഞാൻ ഈ കടയിൽ വന്നിട്ടാണ് കേട്ടോ ചപ്പാത്തിപ്പലകയൊക്കെ മേടിച്ചത്. അതായത് അവിടെ 2-3 ചേച്ചിമാരിപ്പുണ്ടായിരുന്നു. ആ ചേച്ചിമാരോട് ചോദിച്ചിട്ട് ഞാൻ മേടിച്ചു കേട്ടോ. കുറേ സാധനങ്ങൾ. പിന്നെ ഞാൻ എല്ലാ പ്രാവശ്യവും ഈ ഒരു കടയിൽ വന്നിട്ട് കേട്ടോ എല്ലാ സാധനവും മേടിക്കുന്നത്. കുറച്ചുകൂടി ഒരു ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെ ഈ കടയിലുണ്ട്. അപ്പം ഞാൻ മേടിച്ച അതാ കേട്ടോ. പിന്നെ ഞാൻ ഒരു ബേക്കറി കയറി കേട്ടോ. എന്തെങ്കിലും ഉണ്ട് ഇവിടെ ഇത്ര സാധനങ്ങളേ ഉള്ളൂ കേട്ടോ ബേക്കറിയിൽ. അല്ലാതെ നമ്മുടെ അവിടുത്തെ പോലെ ഒരുപാട് പപ്സും അതും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അവിടെ വെച്ചേക്കുന്നുണ്ട് സമോസോ പിന്നെ എന്തൊക്കെ സാധനങ്ങൾ അങ്ങനെ 2-3 ഐറ്റംസ് മാത്രമേ ഇവിടെ കിട്ടത്തുള്ളൂ. വേറെ ഒരു സാധനം ഇവിടെ കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ നേരെ ആ ഒരു സ്ഥലത്തോട് ഗുഡ് ബൈ പറഞ്ഞ് വന്ന വഴി തന്നെ തിരിച്ചു നടക്കും കേട്ടോ. ഇതുവഴി ഇങ്ങനെ ഈ ഒരു 2 വീലേഴ്സ് മാത്രമേ പോകത്തുള്ളൂ. വേറൊരു വണ്ടിയൊന്നും പോകാനുള്ള സ്പേസ് ഇല്ലല്ലോ, അങ്ങനെ പോകത്തില്ല. പിന്നെ ഞാൻ നേരെ പോയത് നമ്മുടെ മീൻ മേടിക്കാനായിട്ടാണ് കേട്ടോ. പക്ഷേ എൻ്റെ പൊന്ന് ദൈവമേ, ആ ചേട്ടൻ ക്ലീൻ ചെയ്യുന്ന മീൻ ഞാൻ മേടിച്ചിട്ടുണ്ട്. അതിനകത്ത് ഏതോ ഒരു മീൻ
1, 2, 3, 4 5 മീൻ മേടിച്ചു. ആ 5-നകത്ത് ഏതോ ഒരു മീൻ ചീഞ്ഞ മീനായിരുന്നു കേട്ടോ. എൻ്റെ കറി മുഴുവൻ കൊളായെന്ന് പറയാം. എനിക്ക് ഇത്ര അബദ്ധം പറ്റാനില്ല. കാരണം അവിടെ നിന്ന് ആരോ എന്നോട് പറഞ്ഞിട്ടാണ് ആ മീൻ മേടിച്ചത് കേട്ടോ. ഈച്ച വരുന്ന മീനാണ്. എന്തായാലും ആട്ടെ. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. പിന്നെ ഞാൻ പിടയ്ക്കുന്ന മീൻ മാത്രമേ മേടിച്ചിട്ടുള്ളൂ. ഇങ്ങനെ ഇരിക്കുന്ന മീൻ ഇവരോട് പിന്നെ മീൻ മേടിച്ചിട്ടേ ഇല്ല. വേറെ അവിടെ പിടയ്ക്കുന്ന മീനുള്ള, അതായത് ജീവനുള്ള മീൻ വിൽക്കുന്ന ചേട്ടന്മാരുണ്ട്, അവരോട് ഞാൻ പിന്നെ മീൻ മേടിച്ചു കേട്ടോ. പിന്നെ എല്ലാ ദിവസവും വരുമ്പോഴേ ഞാൻ മീൻ മേടിക്കും കേട്ടോ. അതുകൊണ്ട് ഈ ഒരു മീനൊക്കെ എന്താണെന്ന് എനിക്കറിയത്തില്ല. 2 സൈസുള്ള മീൻ മേടിക്കത്തില്ല. പിന്നെ മീൻ മേടിച്ചിട്ട് ഞാൻ പതുക്കെ റോഡ് മുറിച്ച് കിടന്നിട്ട് നമ്മൾ സൂക്ഷിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളെയും കൊണ്ട് പോകും കേട്ടോ. 3 പേരൊക്കെ പോകുന്നുണ്ട്. കേരളത്തിലായിരുന്നെങ്കിൽ ഇപ്പം പോലീസുകാർക്ക് സുഖമായിരുന്നു. ഇവിടെ ഹെൽമെറ്റും ഇല്ല, ഒന്നുമില്ല. എത്ര പേര് വേണേലും 4 പേര് ഒരു ബൈക്കിൽ കയറിയിരിക്കാവോ അത്രയ്ക്ക് അവർ പോകും. വല്ലവരും കെട്ടി വെച്ചുകൊണ്ട് പോകണമെങ്കിൽ അങ്ങനെയും പോകും. അങ്ങനെയൊക്കെ ആയിട്ട് ഇവിടുത്തെ ആൾക്കാരൊക്കെ പോകുന്നത്. നോ ഹെൽമെറ്റ്, നോ റൂൾസ്, നോ റെഗുലേഷൻസ് ഒന്നുമില്ല സത്യമായിട്ട് ഇവിടെ. ബസ്സിൽ ഇപ്പം എന്നെയും കൊണ്ട് പോയേനെ. ഭാഗ്യം രക്ഷപ്പെട്ടു. അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു കട, ആ കടയാണ് കേട്ടോ. ആ കടയിൽ പോയി തൈര് മേടിക്കാനായിട്ടാണ്. അപ്പം ഈ ഐസ്ക്രീമൊക്കെ ഞാൻ മേടിച്ചത്. നിങ്ങൾ ആരും വിചാരിക്കണ്ട, ഞാൻ മേടിച്ചതല്ല ഐസ്ക്രീം. അവർ നിന്നവർ മേടിച്ചത് കേട്ടോ. പിന്നെ ഞാൻ ദഹി ചോദിച്ചു. ദഹി മേടിച്ചിട്ട് അടുത്ത കടയിൽ പോയി തേങ്ങ മേടിച്ചു കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത പോക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചക്കറി മാർക്കറ്റാണ് കേട്ടോ. ഇവിടെ മാത്രമേ പച്ചക്കറി കിട്ടത്തുള്ളൂ. നമ്മൾ വേറെ എവിടെയെങ്കിലും ആ ഫ്രൂട്ട്സ് കടയിൽ ബീറ്റ്റൂട്ട് മാത്രം കിട്ടും. അല്ലാതെ പച്ചക്കറി കിട്ടണമെങ്കിൽ ഈ ഒരു സ്ഥലത്തോട് തന്നെ വരണം. എല്ലാ ദിവസവും ഇവിടെ തിങ്കളാഴ്ച സൂപ്പർ ഫ്രഷ് പച്ചക്കറി കിട്ടും. ബാക്കി എല്ലാ ദിവസവും ഫ്രഷ് പച്ചക്കറി തന്നെയായിട്ട് ഇവരുടേതായ സ്ഥലങ്ങളിൽ നിന്ന് പറിച്ചുകൊണ്ട് വരും. എന്നിട്ട് അതവിടെ കൊണ്ട് വിൽക്കും. അങ്ങനെ കേട്ടോ. കുറേ ചേച്ചിമാരും ഒക്കെ ഇരിപ്പുണ്ട് അവിടെ പച്ചക്കറി വിൽക്കാനായിട്ട്. അപ്പോൾ ഇത് പച്ചക്കറി മാർക്കറ്റിലോട്ട് പോകും. ഇതൊക്കെ പിന്നെ ഉണ്ടല്ലോ എൻ്റെ സ്ഥിരം സ്ഥലമായിട്ട് മാറും കേട്ടോ. കാരണം ആഴ്ച 2 ദിവസം ഇങ്ങോട്ട് പോരുവാണല്ലോ. ഇവരെയൊക്കെ എല്ലാവരും എനിക്ക് പരിചയമായി മാറും കേട്ടോ. ഇത് ചേച്ചിമാരൊക്കെ ഇരിക്കുന്നത്. അപ്പം ഞാൻ ഓർത്തു ചക്കക്കുരു മാങ്ങായും വെക്കുന്നത്. കാരണം ചക്കക്കുരുവും ഇവിടെ മാങ്ങായും ഇരിപ്പുണ്ട്. പക്ഷേ ഈ ചേച്ചി എന്നെ പറ്റിച്ചു കേട്ടോ. ഈ മാങ്ങയ്ക്ക് വേറൊരു ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ ഇനി മേലെ ഈ ചക്കക്കുരുമാങ്ങ വെപ്പലോടെ ഞാൻ തീരുമാനിച്ചു ഇനി മേലെ ഇവിടെ ചക്കക്കുരുമാങ്ങ വെക്കത്തില്ലെന്ന് കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ മാങ്ങയ്ക്ക് കുറച്ച് ചക്കക്കുരുമാങ്ങ വെച്ചിട്ട് പിന്നെ ഞങ്ങൾ കഴിച്ചു കേട്ടോ. 1/2 കിലോയെ മേടിച്ചുള്ളൂ. പാവ് പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഇതേണ്ടോ ചക്കക്കുരു ഉണ്ടോ. പിന്നെ ചക്കക്കുരു ഞങ്ങൾ സെലക്ട് ചെയ്ത് തരും. പക്ഷേ നമ്മുടെ നാട്ടിലെ ചക്കക്കുരുയുടെ ടേസ്റ്റേ അല്ല. ചക്കക്കുരു മാങ്ങയും ഒക്കെ വേറെ ടേസ്റ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ടേ ഇല്ല ചക്കക്കുരു മാങ്ങ വെച്ച്. ഇനി ഞാൻ വെച്ചതിൻ്റെ കുഴപ്പമാണത്, ഇവിടുത്തെ ചക്കക്കുരുവിൻ്റെ കുഴപ്പമാണത്. ഇത്രയും ചക്കക്കുരുവിന് 20 രൂപ കൊടുത്ത് ഞാൻ ചക്കക്കുരു മേടിച്ചത്. വീട്ടിലാണെങ്കിൽ വെറുതെ പറമ്പി കിടന്ന് കിളുത്ത് പറിച്ച് എറിയുന്ന സാധനം കേട്ടോ. ഇവിടുന്ന് പൈസ കൊടുത്ത് മേടിച്ച് ഗൂഗിൾ പേ പിന്നെ ഞാൻ പോയത് ക്യാരറ്റ്. ഇതെല്ലാ ദിവസവും എപ്പോൾ പോയാലും ഞാൻ മേടിക്കുന്ന സാധനം ക്യാരറ്റും ബീറ്റ്റൂട്ടും. അവിടെ എത്ര പച്ചക്കറി ഉണ്ടെന്ന് പറയാം. എന്തൊക്കെയാണ് പച്ചക്കറി. നമ്മുടെ കേരളത്തിൽ യൂസ് ചെയ്യാത്ത പച്ചക്കറി ഇവിടെ ഉണ്ട് കേട്ടോ. ഉപയോഗിക്കാത്ത പച്ചക്കറി, ഇലക്കറികളൊക്കെ ഇവിടെയുണ്ട്. ആ ഇലയൊന്നും നമ്മുടെ കേരളത്തിൽ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അതൊക്കെ ഇവർ ഉപയോഗിക്കും. പക്ഷേ ഞാൻ മേടിക്കുന്നത് ആകെ ക്യാരറ്റും ബീറ്റ്റൂട്ടും കോവയ്ക്കയും പിന്നെ പയറും. പിന്നെ ചിലപ്പോൾ എന്താണ്ട് ആ ഒരു സംഭവം മേടിക്കും. എന്തോ അതിന് പറയുന്നവർ, ആ കത്രിക്ക പോലത്തെ ഒരു വഴുതനങ്ങ, ആ ഒരു സംഭവം മേടിക്കുക ഫ്രൈ ചെയ്യാനായിട്ട്. പിന്നെ ക്യാബേജ് ഒന്നും ഞാൻ അങ്ങനെ മേടിക്കാറില്ല കേട്ടോ. പിന്നെ തക്കാളിക്ക് എന്നാ വിലയാണ്? 150 രൂപ ഇവിടെ. 150, 120, 110, 100 രൂപയ്ക്ക് കൂടുതലാണ് തക്കാളിക്കായി കുറേ ഇതായിട്ട്. പിന്നെ ഞാൻ ആ ബീറ്റ്റൂട്ട് മേടിച്ചു കേട്ടോ. നമുക്ക് പിന്നെ സെലക്ട് ചെയ്യാം. അവരല്ല എടുക്കുന്നത്, നമ്മൾ തന്നെ. നമുക്കിഷ്ടമുള്ള പച്ചക്കറി നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം. അതൊരു നല്ല കാര്യം കേട്ടോ. പക്ഷെ ചിലപ്പോൾ അവർ നമ്മളെ പറ്റിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ പോയി കുറച്ച് കത്രിക്ക മേടിച്ചിട്ട് ഫുള്ള് പഴുത്തു പോയി. 10 രൂപയേ ഉള്ളൂ. അതാണ് ഇതിന് മാത്രം കുറച്ച് വില കൂടുതലാണ്. ക്യാരറ്റിനും ബീറ്റ്റൂട്ടിനും ഇപ്പം ഞാൻ മേടിച്ചപ്പോൾ 60 രൂപയായിരുന്നു. പിന്നെ 40 രൂപയായി കേട്ടോ. ബാക്കി നമ്മുടെ കത്രിക്കായ്ക്കും പയറിനും ഒക്കെ അവർ 1/4 കിലോ 10 രൂപയ്ക്ക് വരും. അത് പിന്നെ ലാഭം. 1/4 കിലോ മേടിച്ചാൽ മതി. അതിങ്ങനെ പോകുമ്പോൾ ആഴ്ച 2 പ്രാവശ്യം പോകുമ്പോൾ ഞാൻ ഇങ്ങനെ 10 രൂപയ്ക്ക് പച്ചക്കറി മേടിച്ചുകൊണ്ട് വരും. അത് പിന്നെ ലാഭമായിട്ടോ. അവിടെ മുരിങ്ങയ്ക്ക ഇരിക്കുന്നുണ്ടോ. ഞാൻ കുറച്ച് ഇത് മേടിച്ചു, പൊട്ടറ്റോ. ചേട്ടൻ തേട്ട കട വരെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഉപേക്ഷിച്ച് കേട്ടോ. പിന്നെ അച്ഛൻ്റെ കട പിന്നെ കണ്ടിട്ടേ ഇല്ല. പിന്നെ ഞാൻ ബസ്സിൽ കയറി ടയേർഡായി കേട്ടോ. മുഖമൊക്കെ ഉണ്ടോ മടുത്ത്. എങ്ങനെയെങ്കിലും ചെന്നാൽ മതി. പക്ഷെ ചെന്നാലും പിന്നെ ഇരട്ടി പണിയല്ലേ. വീട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് അത് മേടിക്കാൻ പോകത്തൊന്നുമില്ല. എന്നാലും ഇടയ്ക്കെല്ലാം പോവുകയാണെങ്കിൽ റിലയൻസിലോ മറ്റേ എന്നാ പറയുന്നത്, ഏതോ ഒരു ബസാറിൽ, ചോട്ടാ ബസാറോ ഏതോ ഒരു സെൻട്രൽ ബസാർ, അവിടെയൊക്കെ പോയിട്ട് വന്നിട്ട് എന്തൊരു സുഖമായിരുന്നു, കയറി കിടക്കായിരുന്നു. പക്ഷേ ഇവിടെ തിരിച്ച് വന്നിട്ട് നല്ല പണിയാണ്. അപ്പം ഞാൻ ഞങ്ങളുടെ സ്ഥലത്തോട് വിട പറഞ്ഞ് റൂമിലെത്തി കേട്ടോ.
ഇതുണ്ടോ ബീറ്റ്റൂട്ട് വന്നപ്പോഴേ ആ ബീറ്റ്റൂട്ട് എടുത്ത് മെഴുക്കുവരട്ടി വെക്കാണ്ട് അരിയുന്ന കണ്ടോ, കട്ടിങ് ബോർഡിന് പകരമായിട്ട് സ്റ്റീലിൻ്റെ അടപ്പിൽ വെച്ചാണ് ഞാൻ അരിയുന്നത്. കണ്ടോ, പിശുക്കാണ് പിശുക്ക്. ഒരു കട്ടിങ് ബോർഡ് മേടിക്കും പൈസ ഇല്ലാഞ്ഞില്ല ഗൈസ്. പിശുക്ക് തന്നെയല്ല, പൈസ എനിക്ക് അത്രയും കളയാൻ താല്പര്യമില്ല. ഇതിപ്പോൾ ഉണ്ടല്ലോ, സ്റ്റീലിൻ്റെ ഈ പാത്രം ഉണ്ടല്ലോ. ഇനിയിപ്പോൾ ആരെങ്കിലും കമൻറ്റ് പറയുന്നില്ലെന്ന് അറിയത്തില്ല. ഈ സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ കട്ട് ചെയ്യുന്നു. ആദ്യത്തെ ഒരു ദിവസം കണ്ട കത്തി കണ്ടോ, വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കയ്യിൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനായിട്ട് ഇവിടെ നിന്ന് എങ്ങാണ്ടെന്നോ മേടിച്ചൊരു കത്തിയാണ് കേട്ടോ. ആ പള്ളിക്കത്തോടെ നിന്ന് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ മേടിച്ച കത്തിയാണ്. ഇതെൻ്റെ കൂടെ ഇങ്ങനെ കൊണ്ടു നടക്കുമായിരുന്നു. അതെന്തായാലും ഇവിടെ വന്നപ്പോൾ ഉപകാരപ്പെട്ടു. ഇപ്പം മറ്റേ കത്തിയേക്കാളും എനിക്കിഷ്ടം ഈ കത്തി കേട്ടോ. അപ്പോൾ ഞാൻ ബീറ്റ്റൂട്ടൊക്കെ റെഡിയാക്കി മെഴുക്കുവരട്ടി വെക്കും കേട്ടോ. വേറൊരു നാട്ടിലും എല്ലാം അമ്മച്ചിമാരും വേണമെങ്കിൽ പറയും ഇങ്ങനെയല്ല മെഴുക്കുവരട്ടി വെക്കുന്നത്. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ മേടിച്ച മീൻ. ഇതിനകത്ത് ഒരു മീൻ ചള്ളാണ്. അപ്പം പിന്നെ ഇതത്തോടെ എൻ്റെ വീഡിയോ ഏകദേശം എൻഡിങ് ആയിരിക്കും കേട്ടോ. അപ്പോൾ മീൻ്റെ മുട്ട ഉണ്ടായിരുന്നു. എനിക്ക് മുട്ട ഭയങ്കര ഇഷ്ടം കേട്ടോ. മുട്ട നല്ല മുട്ടയായിരുന്നു. മുട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മീൻ്റെ മുട്ട. അപ്പോൾ ഓക്കെ, ബൈ ഫ്രണ്ട്സ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാമെന്നൊക്കെ പറയും കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത മാസമായിരിക്കും ഞാൻ വരുന്നത്. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.